നശിപ്പിച്ചു. എന്തോന്ന്? എന്റെ തക്കാളി എവിടെ നശിപ്പിച്ചില്ലേ? ആര് പറഞ്ഞു ഞാൻ വരുന്ന വഴിയിലൊക്കെ തക്കാളി ഇടാൻ? അന്നക്കുട്ടി വെറുതെ എൻഡോസൾഫാൻ വയറ്റിലാക്കണ്ട. എന്താ വേണ്ട ചവൻ പറ. 1 കിലോ എൻഡോസൾഫാൻ. എന്താ കളിയാക്കുക? അന്ന എന്താ ഇവിടെ? അതോ 22 കാരറ്റ് സ്വർണം വാങ്ങാൻ. അല്ല ഈ കപ്പിൾസ് പത്തി. കപ്പിൾസോ? നിങ്ങൾ തിരുവനന്തപുരത്ത് പോയിരുന്നോ? രജിസ്റ്റർ മാരേജ് കഴിഞ്ഞു എന്നൊക്കെ പറയുന്ന കേട്ടു. അല്ല എന്നാണ് നിന്റെ റിസപ്ഷൻ? നീ ഇവിടുന്ന് നാറ്റിക്കാതെ പോകുന്നുണ്ടോ? ഇതെന്താ രണ്ടാളും സഞ്ചിയൊക്കെ ആയിട്ട്? സുധാരേട്ടാ, ഭക്ഷണത്തിന്റെ ആവശ്യങ്ങൾക്കായി ചില പച്ചക്കറികൾ തന്നൊന്ന് സഹായിക്കണം. സഹായിക്കണമെന്ന് പറഞ്ഞാ? അതായത് ഒരു വീട്ടിലേക്ക് ആവശ്യമുള്ള പച്ചക്കറികൾ എന്താണെന്ന് വെച്ചാൽ അത് തന്നാ മതി. മതി. സുധാകരേട്ടോ, ഈ വീട്ടിൽ നിന്ന് പുറത്താക്കിയവർക്കൊക്കെ കഴിക്കാൻ പറ്റുന്ന വല്ല കുമ്പളങ്ങിട്ടൊന്ന് എടുക്കാൻ. ഉണ്ടടി പടവലങ്ങ. നീ പൊടി. ഇനി ഇതിനു വേണ്ടി തല്ലുകൂടണ്ട. ആ സഞ്ചി തന്നെ. ഓ ദാ ഇതിന്റെയൊക്കെ വല്ല ആവശ്യം ഉണ്ടായിരുന്നോ? താങ്ക് യു സുധാരേട്ടാ. ഈ ഉപകാരം ഞങ്ങൾ ഒരിക്കലും മറക്കില്ല. കാശെടുക്ക്. തരും. ഈ അഡ്വാൻസ് ഒക്കെ ഒന്ന് കിട്ടിക്കോട്ടെ. എന്തോന്ന് മക്കള് സഞ്ചി കൂടെ വെച്ചിട്ട് വേഗം വിടാൻ നോക്ക്. സുധാകരേട്ടാ, ഇപ്രാവശ്യം എന്റെ കാർഡിൽ കൊടുത്തേക്ക്. പിള്ളേരല്ലേ, സിനിമയിലെങ്ങാനും ഒരു ഹിറ്റ് ആയല്ലോ. ശരി, ഇവള് പറഞ്ഞോണ്ട് തൽക്കാലം തരാം. ആന്റണി വാടാ, നമുക്കിനി അടുത്തത് അരിക്കടയിലേക്കൊന്ന് പോവാം. വാ. രാഘവേട്ടന്റെ മകൻ ഈ ചെക്കൻ്റെ കൂടെ നടന്ന് വേണ്ടി കുത്തുവാള എടുക്കും. ഇയാളെ തൽക്കാലം 1/2 കിലോ സവാള എടുത്താ മതി. ഓ മോളുണ്ട്. ഇതവിടെ കൊണ്ടേക്ക്, ഞാൻ പോയി മറ്റേ എടുത്തു വരാം. ഞമ്മക്ക് ആ ഊരിനൊന്ന് കാണിച്ചു തന്നില്ലാന്ന്. നീ കാര്യം പറ, അവളെങ്ങനെയുണ്ട്? എനിക്ക് വാക്കുകള് കിട്ടുന്നില്ലടാ. പറഞ്ഞില്ലെങ്കിൽ കൊല്ലു ഞാൻ. നീ അത് വിട്ടെ. പിന്നെ ഒരു പെണ്ണിനെ കണ്ടതാണ് ഇത്ര വലിയ സംഭവമാക്കാൻ പോണേ. എന്നാ സംഭവമാണ് മോനെ. ആ മുടി, ആ കണ്ണുകൾ, ആ ചുണ്ടുകൾ. ഓ, അങ്ങനെ ഇത് ഫ്രീ ആയിട്ട് പറഞ്ഞു തരാൻ എനിക്ക് മനസ്സില്ല. എനിക്ക് കാര്യമായിട്ട് എന്തെങ്കിലും തരണം. പോരെ, ഫ്രീ ആയിട്ട് വേണ്ട. ഇനി പറ. അവൾ ഒരു പൂമ്പാറ്റയെ തന്റെ കൈവെള്ളയിലിട്ട് താലോലിക്കുന്നു. അവൾ താലോലിക്കുന്നു, ഞാൻ കാണുന്നു. ഞാൻ കാണുന്നു, അവൾ താലോലിക്കുന്നു. ഇവ കയ്യിന്ന് പോയി വട്ടായി തോന്നുന്നുണ്ട്. ശശാങ്ക, നീ എന്നെ കൊണ്ട് താലോലിപ്പിക്കല്ലേ. ഒടുക്കത്തൊരു അയ്യോ, ബാക്കി പറ. പറയണോ? പൂമ്പാറ്റ ഇങ്ങനെ പറന്ന് 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 പോയി. പിന്നെ പിന്നെ ഞാൻ മുഖം അടിച്ച് താഴെ വീണു. എടോ, പിന്നെ താനെന്ത് കണ്ടൂന്ന് പറ. കുറെ നക്ഷത്രങ്ങൾ കിടന്ന് മിന്നുന്നു. ശശാങ്ക, ഒരു ദോശയും കൂടി എടുത്തോ. സോറി കേട്ടോ. ഇനി ആകെപ്പാടെ 2 എണ്ണം ഉള്ളത് ഹംസക്കേക്കുള്ളതാ. തൽക്കാലം ഇപ്പൊ നമ്മുടെ പ്രൊഡ്യൂസർ മൂപ്പരാ. എന്തേ കുറച്ചധികം ഉണ്ടാക്കിയാൽ എന്താ? ഓ, ഉള്ളതിൽ മാക്സിമം വെള്ളം ചേർത്തിട്ടാണ് ഞാൻ ഇത്രയെങ്കിലും ഒപ്പിച്ചത്. വല്ലാത്ത വിശപ്പ്. മോനെ ശശാങ്ക, വിളമ്പ് വിളമ്പ്. ഇവിടെ വെച്ച ദോശ കാണുന്നില്ല. വേണ്ട വേണ്ട, എന്റെ നമ്പർ വേണ്ട. അല്ല, സത്യം പറഞ്ഞിക്ക, അത് ശരി. ദോശ കാണുന്നില്ല. അപ്പൊ അത് ഓർത്ത് നീ അടിച്ചില്ല നമുക്ക്. ദോശക്കള്ളൻ നോക്കിയേ. കള്ളൻ
മോനെ ഇന്റെ ദോഷം തന്നെ വേണം എനിക്കില്ലേ? എടാ ഇന്ന് എന്നെ അടുത്ത് മട്ടൻ ബിരിയാണി ആക്കിയില്ല വാപ്പന്റെ പേര് ഞാൻ മറിച്ചിടും. ഒരാളിലേക്ക് വിട്ടു ഇക്ക പറഞ്ഞ കേട്ടല്ലോ, നീ മേലാളിത് ആവർത്തിച്ചു. പിന്നെ അവളുടെ മനസ്സ് മാറി സോറി പറയാൻ തേടി വരും. അതെ, എന്നെ തേടി വരും. വരും വരും. എന്റെ ഞെട്ടിയാ ആള് വരില്ലേ? വരും. വന്നു. ഹലോ. രണ്ടുപേരും വീട്ടിലേക്കൊന്ന് വരണം. അച്ഛനൊന്ന് കാണണം. എടാ നീ വേറെന്തെങ്കിലും പീഡനത്തിന്റെ കാലാണ് കേട്ടാ. ആ കാര്യത്തിൽ നിന്നെക്കാൾ ഞാൻ ഡീസന്റാ. പിന്നെന്തിനാണ് വരാൻ പറഞ്ഞത്? ആ പോണോ? പോണോ? പോണ്ടേ? പോണ്ടേ? പോവാല്ലേ? ഷോപ്പിംഗ് ക്ലബ് അതുണ്ടോ? ഹായ്. ഇരിക്കടോ. ആ. ഞാൻ നിങ്ങളെ ഇങ്ങോട്ട് വിളിപ്പിച്ചത് എന്തിനാണെന്നറിയോ? ഇല്ല. ഇല്ലേ? അല്ല, ഞങ്ങൾ അങ്ങനെ ഇവൻ സത്യത്തിൽ സംവിധായകനാവാൻ വേണ്ടി. അതെ, അത് ഈ ഡയറക്ഷനെ പറ്റി ചെറിയൊരു. നിങ്ങൾ രണ്ടുപേരും എന്തെങ്ങനെ പരസ്പര വിരുദ്ധമായി സംസാരിക്കുന്നത്? അല്ല, അത് പിന്നെ ഈ പരസ്പരത്തിന്റെ ഒരു വിരുദ്ധം. അത് തന്നെ. അതൊക്കെ പോട്ടെ, നാളെ രാവിലെ എന്തെങ്കിലും പ്രോഗ്രാം? അല്ല, ഉണ്ട്. ഓ, ഞങ്ങൾക്ക് പ്രൊഡ്യൂസർ മഹാദേവൻ ഒന്ന് കാണാനുണ്ട്, അല്ലേ? ചിലപ്പോ ഇന്ന് രാത്രി തന്നെ ഞങ്ങൾക്ക് ചെന്നൈയിലേക്ക് പോകേണ്ടി വരും. ശരിടാ. സർ, സാറിന് എന്തെങ്കിലും കാര്യം? എനിക്ക് കാര്യമൊന്നുമില്ല. നിങ്ങൾ പറഞ്ഞ ആ മഹാദേവൻ നാളെ രാവിലെ ഇവിടെ വരുന്നുണ്ട്. പറ്റുമെങ്കിൽ കാലത്ത് വന്നാൽ ആ കഥ പറഞ്ഞ് കേൾപ്പിക്കാം. ഞാൻ പറഞ്ഞാൽ അവൻ കേൾക്കേണ്ടതാണ്. കഥ മഹാദേവന് ഇഷ്ടപ്പെട്ടാൽ നിങ്ങളുടെ ആ പ്രൊജക്ട് പറയൂ സർ, ഞങ്ങളും ഒന്ന് പറയും. ശരി, അപ്പോ നാളെ രാവിലെ 10 മണിക്ക്. ഹലോ. തന്റെയൊക്കെ പെർഫോമൻസ് കണ്ടിട്ടല്ലേ ഈ അവസരം. ആ കുട്ടി വന്ന് പറഞ്ഞോണ്ടാ. പാവം. അതേത് കുട്ടിയാ? അന്ന. ചെല്ല്. എന്റെ മുമ്പിൽ കളിച്ച വളിപ്പ് ആ പ്രൊഡ്യൂസർ എടുത്ത് വേവില്ല. കൊറേ പടങ്ങൾ എടുത്തിട്ടുള്ള ആളാ. താങ്ക്സ്. പിന്നെ എനിക്കൊരു കാര്യം പറയാനുണ്ട്. എന്ത്? എന്റെ പെർഫോമൻസ് താൻ കാണാൻ പോകുന്നേ ഉള്ളൂ. ഓക്കേ, പോട്ടെ. ഗുഡ് ബൈ. അവിടെ പോകുന്ന കാര്യം നീ എന്താ എന്നോട് പറയാതിരുന്നേ? പറഞ്ഞാ വിടോ ഇയാള്? നിന്നെ പറ്റി നല്ല അഭിപ്രായം അവർക്ക്. ആ തിയേറ്ററിൽ പോയി കിടക്കണേന് ആൾക്കാർ എന്തൊക്കെയാ പറഞ്ഞെന്നറിയോ? ഞാൻ നാണം കിട്ടു. അല്ല, ഈ വരും പറയുന്ന ആള് വലിയ ആളാ? പിന്നല്ലാതെ ഇൻഡസ്ട്രിയിൽ നമ്പർ 1. കഥ ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാ ഞങ്ങള് രക്ഷപ്പെട്ട്. അല്ല അന്ന, ചായ. ഈ പ്രോജക്റ്റ് നടന്നു കഴിഞ്ഞാ നിനക്ക് ഞാൻ നന്ദി എഴുതി കാണിക്കും. താങ്ക് യു അന്ന. എങ്ങനെയുണ്ട്? എനിക്ക് വേണ്ട നിന്റെ നന്ദിയൊന്നും. പിന്നെന്താ വേണ്ടത്? സിനിമയുടെ കാര്യങ്ങൾ നടക്കട്ടെ. അത് കഴിഞ്ഞ് ആന്റണിയുടെ അപ്പച്ചനെ കണ്ട് നിങ്ങളുടെ കാര്യങ്ങളൊന്ന് സംസാരിക്കണം. അതുവരെ ഈ തൊടലും പിടിക്കലും ഒന്നും വേണ്ട. ഒരു പൊട്ടക്കണ്ണന്റെ മുമ്പിൽ ഇരിക്കുന്നവർ മിണ്ടാണ്ടായാൽ എന്തായിരിക്കും സംഭവിക്കുക? അല്ലേ മക്കളെ? എഴുതിയ കണ്ണിൽ ഒരു സുന്ദര രൂപം കണ്ടു. മഞ്ഞുരുകും നീരാവിൽ ഇടനെഞ്ച
കാലൊച്ച കേൾക്കും നേരം ഇടനാഴിയിലേതോ കോണിൽ അറിയാതെ അകലും രാവിൽ പാടാം രാക്കിളിപ്പാട്ടിൻ നീണങ്ങൾ. മൗല മൗല മേരേ മൗല മൗല മേരേ മൗല മൗല മേരേ മൗല മൗല മേരേ. എവിടെയോ പ്രണയനിലാവിൻ തുള്ളികൾ പോലെ പെയ്തിടും പുലർമഞ്ഞിൽ പൂക്കും പൂവുകൾ പോലെ കിനാവിന്റെ മഞ്ചലിൽ ഏതോ തേന്മഴ സിത്താറിന്റെ കമ്പികൾ നെയ്യും രാഗമായി പാദസരങ്ങൾ ചേർന്നിടും നിന്നടന സ്വരങ്ങൾ കേട്ടിടാം ഹൃദയ വിഭഞ്ചിയിലാടും നിൻ സുന്ദര രൂപം കാണാം. മൗല മൗല മേരേ മൗല മൗല മേരേ മൗല മൗല മേരേ മൗല മൗല മേരേ. സുരുമകളെഴുതിയ കണ്ണിൽ ഒരു സുന്ദര രൂപം കണ്ടു മഞ്ഞുരുകും ഈരാവിൽ ഇടനെഞ്ചിൻ താളം കേട്ടു കാലൊച്ച കേൾക്കും നേരം ഇടനാഴിയിലേതോ കോണിൽ അറിയാതെ അകലും രാവിൽ പാടാം രാക്കിളിപ്പാട്ടിൻ നീണങ്ങൾ. മൗല മൗല മേരേ 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 മൗല മൗല മേരേ. കൊണ്ടുവരാൻ എത്ര പറഞ്ഞു, അപ്പച്ചൻ കേക്കണ്ടേ? സാരമില്ല അമ്മച്ചി, അപ്പച്ചന്റെ ദേഷ്യം തീരട്ടെ. എന്നാ ചായ ഷൂട്ടിംഗ് ഞങ്ങളൊക്കെ അറിയുന്നുണ്ട്. ഇവിടെ എന്നും കാണാറുണ്ട്. നിന്റെ വിശേഷങ്ങളൊക്കെ അന്ന പറഞ്ഞിട്ടാ ഞങ്ങൾ അറിയുന്നേ. അതുകൊണ്ടൊരു സമാധാനമുണ്ട്. ആ ഇനി അപ്പച്ചനെങ്ങാനും ഇതുവഴി വന്ന് കണ്ടാ അത് മതി. പള്ളിയിലേക്കുള്ള വരവ് നിൽക്കും. പോട്ടേടാ. ചേച്ചിയെ കാണാൻ വന്നല്ലേ? വീട്ടിൽ പൂടി. എന്നതാ അമ്മച്ചിയും മക്കളും തമ്മില് സെന്റിമെന്റ്സോ കോമഡിയോ? നീ അമ്മച്ചിയെ കണ്ട് കാര്യങ്ങൾ പറഞ്ഞു കൊടുക്കുന്നുണ്ട്. അവര് ഭയങ്കര ഹാപ്പിയാ. അതിന് എന്റെ വക ഒരു സ്പെഷ്യൽ താങ്ക്സ്. അമ്മച്ചി എന്തെങ്കിലും ചെയ്തു കൊടുത്താ അപ്പച്ചൻ ഇങ്ങനെ താങ്ക്സ് പറയാറുണ്ടോ? ഇല്ല. എന്നാ പിന്നെ എന്നോടും പറയണ്ട കേട്ടോ. ഓ ആ മധുരമയോ? ആ നീ എങ്ങോട്ടാ? കുറച്ച് പേപ്പേഴ്സ് വാങ്ങണം, പിന്നെ 1-2 മാഗസിൻസും. അല്ലെങ്കിൽ വേണ്ട, പിന്നെ പോ. നീ വണ്ടി എടുത്ത് പോയിട്ട് വാ, ഞാനിവിടെ നിക്കാം. ഓക്കെ. അല്ലെങ്കിൽ വേണ്ട, ഞാൻ കൂടി വരാം. അത് വേണോ? ഒരു പെൺകുട്ടി പുറകെ കയറി സ്ക്രിപ്റ്റ് റൈറ്ററിന്റെ ഇമേജ് പോകുന്നു ഭയന്നിട്ടാണെങ്കിൽ വേണ്ട. കേറിക്കോ. ആ വണ്ടി പോട്ടെ. നീ എന്താ ഒന്നും മിണ്ടാത്തെ? എനിക്ക് തീരെ ഇഷ്ടായില്ല. രണ്ടും കൂടെ ഒട്ടിച്ചേർന്നൊരു പോക്ക്. നീ ആവശ്യമില്ലാത്ത ഏരിയയിലേക്ക് പോവല്ലേ. അവള് നിന്റെ ഫ്രണ്ട് അല്ലേ. ഞാൻ മനുവിന്റെ പുറകിലിരുന്ന് പോവാറുണ്ട്. അതും ഇതൊക്കെ ഒന്നല്ലേടി. ആഹാ, ആണും ആണും ഒന്നിച്ചിരുന്ന് പോണ പോലെയാണ് ആണും പെണ്ണും പോണത്. അതിനെന്താ? മുട്ടില്ലേ? എന്തോന്ന്? എന്നെ കൊണ്ടൊന്നും പറയരുത് കേട്ടോ. ഞാൻ ഡ്രൈവിംഗ് സ്കൂളിൽ പോയി ചേർന്നു. അതെപ്പോ? അത് കണ്ട ഉടനെ. ഞാൻ വണ്ടി ഓടിക്കാൻ പഠിച്ചിട്ട് ഇനി അതിന്റെ പുറകിലിരുന്ന് പോയാ മതി കേട്ടോ.
ദാ വരുന്നു. കാശ് കൂടുതലുള്ള വീട്ടിലെ പട്ടിക്ക് മണം പിടിക്കാനുള്ള കഴിവ് കൂടുതലാന്ന് കേട്ട സത്യ. ഞാൻ തിയേറ്ററിൽ പോയി. അവിടെ ആരുമില്ല. മനു എവിടെ? അവൻ ലൊക്കേഷൻ കാണാൻ പോയതാ. ഞാൻ പോവാ. ഹാ, അതെന്ത് പോക്കാ? വാ നമുക്ക് സംസാരിച്ചിരിക്കാം. വേണ്ട, എന്നെ അപ്പൻ തിരക്കും. നേരം തെറ്റിയാലേ പെൺകുട്ടികളെ കാത്ത് വിഷമിക്കണ ഒരു അപ്പനുണ്ട് എന്റെ വീട്ടില്. നിങ്ങൾ ഉണ്ടാകും സംസാരിച്ചോ. ഇതെന്താടാ നിന്റെ നായിക ഇങ്ങനെ? ആ അതങ്ങനെയാ, നമ്മൾ ഒന്നിച്ച് വണ്ടി പോണ കണ്ടപ്പോ തുടങ്ങിയതാ. അതിനെന്താ, നാട്ടിൽ സുനാമി വന്നോ? ഇവരുടെ ഒക്കെ ഒരു കാര്യേ. ആണും പെണ്ണും ഒന്ന് മിണ്ടിയാ കുറ്റം, ഒന്നിച്ച് യാത്ര ചെയ്താ കുറ്റം. ബാംഗ്ലൂരിൽ ജനിച്ചു വളർന്ന മധുരമിക്ക് അതൊക്കെ ഒരു കുറ്റമായിട്ട് തോന്നും. വില്ലേജിന് അതിൻ്റെതായ ശീലങ്ങളുണ്ട്. പെട്ടെന്ന് അതൊക്കെ മാറുമ്പോൾ അവർ റിയാക്ട് ചെയ്യും. നീയും കണക്കാ. അതെ, നിനക്ക് അവളുടെ മനസ്സ് കാണാൻ പറ്റാത്തോണ്ടാ. നിന്റെ തലവിധി. നിനക്കൊക്കെ അങ്ങനെ തന്നെ വേണം. ബൈ. മൊത്തം കത്തിച്ചു കളയേണ്ടി വരും. ചോവരെത്തുന്ന മനുഷ്യന്റെ സമയം കളയാൻ വേണ്ടിട്ട് സമാധാനത്തിൽ ഒന്നുമില്ല. ഇതൊക്കെ കൂടെ കത്തിച്ച് ചാമ്പലാക്കി കളയേണ്ടി വരും. മണ്ണാൻ കട്ട. നശിച്ചൊരു വീട്. ഒരു സാധനം വെച്ചോടുത്ത് കാണില്ല. എന്താ കാണാത്തത്? ചീർപ്പ്. ഞാനതവിടെ വെച്ചതാ, അറിയോ? കണ്ണുപൊട്ടൻ എന്തിനാ ചീപ്പ്? നീ കാലത്ത് ചെയ്യുവാനെടുത്തതല്ലേ? നല്ലോണം നോക്ക്, നിന്റെ തലേ തന്നെ ഉണ്ടാവും. ഹോ, കണ്ണുപൊട്ടന്മാർക്ക് ഒരു കണ്ണ് കാണുന്ന കാലാണല്ലോ ഇത്. നിനക്കിത് എന്ത് പറ്റി? അപ്പ എന്നെ കൊണ്ടൊന്നും പറിക്കല്ലോ. ഞാനൊരു സുന്ദരന, ഈ നാട്ടിലെ കിന്നര കോമണന, പല കാമിനിമാരുടെ കാമുകന, പണ്ടേ ഞാനൊരു വീരന. മീശ വടിച്ചാൽ ഷാരൂഖ് ഖാൻ, ഞാൻ മസിൽ പിടിച്ചാൽ സൽമാൻ ഖാൻ, ഫൈറ്റിൽ ഞാനൊരു ജാക്കി ചാൻ, ഫൈറ്റിൽ അമിതാഭ് ബച്ചന, സ്റ്റൈലിൽ ഞാനൊരു രജനി, പവറിൽ ഞാനൊരു ഖജനി, ഡാൻസിൽ മൈക്കിൾ ജാക്സൺ. താനിതിപ്പോ വന്നു? Just now. അത് വായിച്ചോ? വായിച്ചിട്ടെന്ത് തോന്നി? നിന്റെ അന്നക്കുട്ടി ഭാഗ്യവതിയാ. എത്ര ഭംഗിയായിട്ടാ നീ പ്രണയം എഴുതി വെച്ചിരിക്കുന്നത്. നീ ഇത്രയ്ക്ക് റൊമാൻറ്റിക് ആണോ? അതെന്റെ കഥാപാത്രമല്ലേ, അയാൾക്ക് അല്പം റൊമാൻറ്റിക് ആവാലോ. തികച്ചും യാദൃശ്ചികമായിരുന്നു നമ്മുടെ കണ്ടുമുട്ടൽ, അല്ലേ? അതെ. ഒരുപാട് വൈകിയോ നമ്മൾ പരസ്പരം തിരിച്ചറിയാൻ? ചില കൂടിച്ചേരലുകൾക്ക് ദൈവമായിട്ടൊരു സമയവും സന്ദർഭവും ഉണ്ടാക്കിത്തരും. ഒരു പക്ഷേ നമ്മൾ ഇനി കണ്ടില്ലെങ്കിലോ? ഞാൻ നിന്നെ തേടി വരുമായിരുന്നു. നമ്മൾക്കിടയിൽ ചില തടസ്സങ്ങളുണ്ട്. എന്ത് തടസ്സമുണ്ടായാലും നമുക്കൊന്നായേ പറ്റൂ. നീ ഇല്ലാത്തൊരു ജീവിതം എനിക്ക് ഓർക്കാനേ വയ്യ. ആ, തിയേറ്റർ എന്നുള്ള വരവായിരിക്കും. അവൻ എഴുതാനും സമ്മതിക്കൂലല്ലേ? അതിനൊരാൾ അവിടെ തന്നെ ഉണ്ടല്ലോ. അവള് കൂട്ടിരിക്കാതെ തിരക്കഥാർത്ഥത്തിന് സൃഷ്ടി നടത്താൻ പറ്റില്ലല്ലോ. നീ എന്താടി പറയണ? വട്ടായ ആവും നിനക്ക്. അപ്പം പറയാറുണ്ട്, ഈ എഴുത്തുകാർക്ക് കഞ്ചാവും കള്ളും പെണ്ണും ഒക്കെ ഒരു വീക്ക്നെസ് ആണ്. സ്വന്തം കൂട്ടുകാരൻ തന്നെ അതിനുള്ള സൗകര്യം ചെയ്തു കൊടുക്കുന്നുണ്ടല്ലോ. അനാവശ്യം പറഞ്ഞാലുണ്ടല്ലോ. ഞാൻ പറഞ്ഞത് അനാവശ്യം, അവർക്കതാവാല്ലേ? ഞാനൊരു കണ്ണുപൊട്ടിന്റെ മോളല്ലേ. എന്നെ ചേച്ചാൽ ആര് ചോദിക്കാനാ? പക്ഷേ ചതിക്കപ്പെടുന്നത് ഞാൻ മാത്രമല്ല.
ഇഷ്ടമാണെങ്കിൽ അത് തുറന്നു പറയണം. പറ. ചങ്കൂറ്റവും വാശിയും ഒക്കെ എനിക്ക് ആദ്യം കണ്ടപ്പോൾ തന്നെ ബോധ്യപ്പെട്ടതാ. അന്നു മുതൽ